ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മറ്റൊരു മോട്ടിവേഷൻ സ്റ്റോറിയുമായാണ് നിങ്ങളുടെ അരികിൽ എത്തുന്നത്. ഈ കഥ നിങ്ങൾ മുഴുവൻ കേൾക്കണം. എന്നാലേ നമ്മൾ എങ്ങനെയാകണം അല്ലെങ്കിൽ എങ്ങനെയാകരുത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ മുഴുവൻ കേൾക്കും എന്ന വിശ്വാസത്തിൽ ആരംഭിക്കട്ടെ. പണ്ട് കേശവപുരം എന്ന ഒരു നാടുണ്ടായിരുന്നു. കേശവപുരത്തിലെ രാജകൊട്ടാരത്തിലെ വിറകുവെട്ടുകാരനായിരുന്നു ദാസപ്പൻ ദിവസവും രാവിലെ കൊട്ടാരത്തിൻ്റെ ഊട്ടുപുരയ്ക്ക് ആവശ്യമായ വിറക് വെട്ടി ഊട്ടുപുരയിൽ എത്തിച്ചു കൊടുത്തിരുന്നു. ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ദാസപ്പൻ്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു. അവൻ ചിന്തിച്ചു, ഞാൻ എന്നും രാവിലെ വന്ന് വിറക് കീറി ഊട്ടുപുരയിൽ എത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് എന്നും ഒരേ കൂലിയാണ് കിട്ടുന്നത്. എന്നാൽ മന്ത്രിക്കോ? ഒരു പണിയുമില്ല. എപ്പോഴും രാജാവിൻ്റെ കൂടെ നടന്നാൽ മതി. രാജാവ് പറയുന്നതിന് റാൻ പറഞ്ഞാൽ മതി. പലപ്പോഴും പണക്കിഴിയും പട്ടും എല്ലാം കിട്ടും. എന്നാൽ പണിയെടുക്കുന്ന എനിക്ക് തുച്ഛമായ കൂലി മാത്രം. ഇത് അനീതിയാണ്. എൻ്റെ ഈ സങ്കടം രാജാവിനെ ഒന്നറിയിക്കണം. അതിനുള്ള അവസരം നോക്കി ദാസപ്പൻ ഇരുന്നു. ഒരു ദിവസം രാജാവ് പൂന്തോട്ടത്തിൽ കൂടി ഉലാത്തുന്നത് ദാസപ്പൻ കണ്ടു. അവൻ വളരെ എളിമയോടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവിനോടായി സാവകാശം പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. രാജാവ് അവനോട് സങ്കടം പറയുവാൻ പറഞ്ഞു. അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എത്ര നാളായി ഈ കൊട്ടാരത്തിൻ്റെ വിറകുപുരയ്ക്കാവശ്യമായ വിറക് ശേഖരിച്ചു നൽകുന്നു. എന്നാൽ എനിക്ക് തുച്ഛമായ കൂലി മാത്രം. എന്നാൽ ഒരു പണിയും ചെയ്യാതെ അങ്ങയുടെ കൂടെ നടക്കുന്ന മന്ത്രിക്ക് അങ്ങ് പലപ്പോഴും പട്ടും പണക്കിഴിയും നൽകുന്നു. ഇത് അനീതിയാണ്. എന്നോട് നീതി കാണിക്കണം എന്നപേക്ഷിച്ചു. രാജാവ് ആലോചിക്കാമെന്ന് പറഞ്ഞ് ദാസപ്പനെ യാത്രയാക്കി. പിന്നീട് ഒരു ദിവസം രാജാവ് മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ മുൻപിലുള്ള വഴിയിലൂടെ കുറച്ച് കാളവണ്ടിയിൽ എന്തോ ചരക്ക് പോകുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ദാസപ്പനെ ഉടനെ വിളിച്ചുകൊണ്ടുവരുവാൻ ആളയച്ചു. ദാസപ്പൻ ഉടൻ വന്നു. രാജാവ് ദാസപ്പനോടായി പറഞ്ഞു, നീ പോയി ആ വണ്ടിയിൽ എന്താണെന്ന് നോക്കി വരിക. ദാസപ്പൻ ഓടിച്ചെന്ന് വണ്ടിക്കാരോട് എന്താണെന്ന് ചോദിച്ചു തിരിച്ചു വന്നു. രാജാവിനോട് പറഞ്ഞു, വണ്ടി നിറയെ നെൽച്ചാക്കുകളാണ്. രാജാവ് വീണ്ടും ചോദിച്ചു, ഈ നെൽച്ചാക്ക് എവിടെ നിന്നും വരുന്നു? ദാസപ്പൻ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല, ഇപ്പോൾ തന്നെ ചോദിച്ചു പറയാം. ദാസപ്പൻ ഓടി എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ച് തിരിച്ചു വന്നു. രാജാവിനോട് പറഞ്ഞു, നമ്മുടെ അയൽരാജ്യമായ വാമനപുരത്ത് നിന്നാണ് എന്ന്. രാജാവ് വീണ്ടും ചോദിച്ചു, എത്ര വണ്ടികളുണ്ട്? വണ്ടിയിൽ എത്ര ചാക്ക് വീതമുണ്ട്? ദാസപ്പൻ വിനയത്തോടെ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല, ഇപ്പോൾ തന്നെ പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദാസപ്പൻ വീണ്ടും ഓടി ചോദിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, മൊത്തം 8 വണ്ടിയുണ്ട്. ഒരു വണ്ടിയിൽ 15 ചാക്ക് വീതമുണ്ട്. രാജാവ് വീണ്ടും ചോദിച്ചു, ഈ ചരക്കെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ദാസപ്പൻ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല, ഇപ്പോൾ തന്നെ ചോദിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ രാജാവ് പറഞ്ഞു, വേണ്ട. മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, ആ പോകുന്ന വണ്ടിയിൽ എന്താണെന്ന് ചോദിച്ചു വരൂ. മന്ത്രി ഉടനെ പുറപ്പെട്ടു വിവരങ്ങൾ ചോദിച്ച് തിരിച്ചു വന്നു. രാജാവ് മന്ത്രിയോടായി ചോദിച്ചു, ആ വണ്ടിയിൽ എന്താണ്? മന്ത്രി മറുപടി പറഞ്ഞു, ആ വണ്ടി നിറച്ച് നെൽച്ചാക്കുകളാണ്. ഉടനെ രാജാവ് ചോദിച്ചു, ആ വണ്ടികൾ എവിടെ നിന്ന് വരുന്നു? മന്ത്രി ഉടനെ മറുപടി പറഞ്ഞു, വാമനപുരത്ത് നിന്നും വരുന്നു. വീണ്ടും രാജാവ് ചോദിച്ചു, ഒരു വണ്ടിയിൽ എത്ര ചാക്കുണ്ട്? മന്ത്രി പറഞ്ഞു, 15 ചാക്ക് വീതം 8 വണ്ടികളുണ്ട്. രാജാവ് ചോദിച്ചു, ആ ചരക്കെല്ലാം എങ്ങോട്ട് പോകുന്നത്? ഉടനെ മന്ത്രി പറഞ്ഞു, ആ വണ്ടി നമ്മുടെ അയൽരാജ്യമായ തിരുനെല്ലൂർക്കാണ് പോകുന്നത്. ഇത് പറഞ്ഞതും രാജാവ് ദാസപ്പനെ നോക്കി. ഉടനെ ദാസപ്പന് തൻ്റെ കഴിവുകുറവിനെപ്പറ്റി മനസ്സിലായി. തലതാഴ്ത്തി തിരിച്ചുപോയി. ഇതിൽ നിന്നും നമ്മൾക്ക് ചിന്തിക്കാനുള്ളത്, നമ്മൾ ദാസപ്പനാകണോ അതോ മന്ത്രിയാകണോ എന്നാണ്. ഈ കഥ
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.